മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ഏറെ തകർച്ചകളിലേക്ക് പോയതിനു ശേഷം ചെറിയൊരു ബൗൺസ് ബാക്ക് തന്ന വാരമായിരുന്നു കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരക്കേടില്ലാത്ത നേട്ടത്തിലേക്ക് വന്നു. പക്ഷേ എങ്കിൽ പോലും ഇനിയും അത് തകർന്നു വീണ സമയം മുതൽ ആലോചിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ അതിന് ദൂരങ്ങളേറെ താണ്ടേണ്ടി വരും പഴയ നിഫ്റ്റിയുടെ 6000 ലെവലുകളൊക്കെ തിരികെ പിടിക്കാൻ. എന്തുതന്നെയായാലും ഇനിയും മുന്നോട്ട് നോക്കുമ്പോൾ വിപണി ഒരു ബെയറിഷ് ഗ്രിപ്പിൽ തന്നെയാണെന്നാണ് പൊതുവെ ആഗോളതലത്തിലും രാജ്യത്തെയും അനലിസ്റ്റുകളും പറയുന്നത്. എന്തായാലും അതിൻ്റെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജിക്കിറ്റി CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, ഒരു ലോങ് ടൈം ഒരു ബെയറിഷ് മാർക്കറ്റ് തന്നെയാണ് തൽക്കാലം ഇപ്പോൾ പറയുന്നത്. ഇതൊരു 1 മാസം മുൻപ് വരെ നമ്മളാരും അത്ര പ്രതീക്ഷിച്ചിരുന്നതല്ല. വിപണി അങ്ങനെയാണ്, അങ്ങനെ വലിയ രീതിയിലുള്ള ക്ഷമയും മറ്റും കാണിക്കേണ്ട ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തുതന്നെയായാലും രൂപ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ. പക്ഷേ അതിന് ആനുപാതികമായ ഒരു വർധന കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതിക്കാരായ IT കമ്പനികൾ വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്നില്ലെന്നേ ഉള്ളൂ. വലിയൊരു മുന്നേറ്റമൊന്നും അതിലും വന്നതായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. IT സെക്ടർ ഇപ്പോഴും ഈ പോസിറ്റീവ് സോണിൽ മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ ഈ റുപ്പി ഇത്രത്തോളം ഡിപ്രിഷിയേറ്റ് ചെയ്തു പോയതാണ്. മറ്റ് ബാങ്കിങ് സ്റ്റോക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഹയർ ലെവലിലാണ് ഇപ്പോഴും IT സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ റുപ്പിയുടെ ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോയത് തന്നെയാണ് ഇപ്പോഴും IT സെക്ടർ ഒരു ബെറ്റർ സോണിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് FISന്റെ ഹ്യൂജ് വിഡ്രോവൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നു. റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോയതും ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് FISന്റെ സെല്ലിങ്ങിലേക്ക് നയിച്ചു. ആ സെല്ലിംഗ് വീണ്ടും ഡോളറായിട്ടുള്ള കൺവേർഷൻ വന്നു. ഗ്ലോബലി തന്നെ ഡോളർ ഡിമാൻഡ് വർദ്ധിച്ചു. ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുന്നു. ഇതെല്ലാം ഇന്ത്യൻ ഇക്കണോമിയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. നിഫ്റ്റി ഓരോ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്കറിയാം 6300 5900 ആയിരുന്നു ഒരു മൂവിംഗ് റേഞ്ച്. ദെൻ 5700 6100 വന്നു. ദെൻ 5500 5900. ഇപ്പോൾ ഓരോ ഡൗൺ സൈഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. ദെൻ 5260 വരെ വന്നതിന് ശേഷം 5480 ക്ലോസിംഗ് ലഭിച്ചു. 2 ദിവസം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിലീഫ് റാലി ലഭിച്ചു. അത് തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ്. എന്നാൽ ഇനി മാർക്കറ്റ് 5550 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ 5700 750 എന്ന് പറയുന്ന ഫൈനൽ സെല്ലിംഗ് പോയിന്റ് തന്നെയാണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. 5200 തന്നെയാണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ഒരു മൈനർ സപ്പോർട്ട് 5350 ഇപ്പോഴും നിലനിൽക്കുന്നു. 340 ബ്രേക്ക് ചെയ്യാതിരുന്നാൽ വീണ്ടും ഒരു അപ്സൈഡ് നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് ഓരോ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഒന്ന് റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോകുന്നു. 2 കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇപ്പോഴും മോശം രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. FISന്റെ ഹ്യൂജ് വിഡ്രോവൽ വരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രത്തോളം ആക്റ്റീവ് അല്ല. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാത്തിടത്തോളം കാലം ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഫൈനാൻസ് മിനിസ്റ്ററും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എഫക്റ്റീവായിട്ട് ഇന്ത്യൻ ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാനുള്ള എഫക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഫിനാൻഷ്യൽ ടെക്നോളജീസ് പ്രത്യേകിച്ചും ആ ഇഷ്യൂവിന് ശേഷം NSE നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ചിലെ പ്രശ്നത്തിന് ശേഷം വീണ്ടും അത് വലിയ പ്രശ്നത്തിലാണ് എന്ന് പലതരത്തിലുള്ള ഒരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല. ഒപ്പം MCX, ഇതിന് ഈ 2 ഓഹരികളുടെയും ഒരു റിസ്ക് ലെവൽ എടുത്തുകൊണ്ട് ചിലരെങ്കിലും വാങ്ങുന്നതായി തോന്നുന്നു, പ്രത്യേകിച്ച് MCX. മൂന്നാമത്തെ ഓഹരി യെസ് ബാങ്ക്. ഇതിൽ സനൽ, ഞാൻ ഈ MCXന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡ് മുമ്പ് ഡിസ്കസ് ചെയ്യാം. 240 ലെവൽ ഒരു എൻട്രി പോയിന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എനിക്കൊന്ന് 240 230 എന്നാണ് റിക്കവറി വന്നത്. പക്ഷേ ഇപ്പോഴും റിസ്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ക്ലാരിറ്റി ഇല്ലായ്മ ഇപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ തൽക്കാലം ഇൻവെസ്റ്റേഴ്സ് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. വാല്യുവേഷൻ ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലാണെങ്കിലും ഇതിൻ്റെ എത്രത്തോളം ഫ്രോഡ് നടന്നിട്ടുണ്ട് അതിൻ്റെ ക്ലാരിറ്റി വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും നല്ലത്. ഇവിടെ യെസ് ബാങ്ക് എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റിയുള്ള ഒരു ബാങ്കാണ്. മാനേജ്മെൻറ്റ് ലെവലിലുള്ള ഇഷ്യൂ, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് എടുത്ത ചില മെഷേഴ്സ് ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ വലിയൊരു ഹ്യൂജ് ഓഫ് ലോഡിങ് വന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത്. അതൊരു നെഗറ്റീവായി നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. വാല്യുവേഷൻ ഡിസ്കൗണ്ട് വാല്യൂവിൽ മൂവ് ചെയ്യുന്നു. ഇപ്പോഴത്തെ രീതിയിൽ കുറച്ചുകൂടെ കറക്ഷൻ ബാങ്കിങ് സെക്ടറിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ബാങ്കിങ് സെക്ടർ എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ്. യെസ് ബാങ്ക് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. MCXും FDയും തൽക്കാലം അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം ഒരു ദിവസം ഡൗൺ സീലിംഗ് വരും, ഒരു ദിവസം അപ്പ് സീലിംഗ് വരും. അപ്പോൾ അങ്ങനെ അത് ക്ലാരിറ്റി ഇല്ലായ്മ തന്നെയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് തൽക്കാലം ആ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക, ക്ലാരിറ്റി വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ FD അല്ലെങ്കിൽ MCX ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. എത്രയോ നല്ല സൗണ്ട് സ്റ്റോക്കുകൾ
സ്റ്റോക്കുകൾ ഇപ്പോഴും അവൈലബിൾ ആയുള്ളൂ. അങ്ങനെ റിസ്ക് ഇല്ലാത്ത സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് റോക്കി ജോൺ, അദ്ദേഹത്തിൻ്റെ സംശയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനോലെക്സ് കേബിൾസ്, അത് അദ്ദേഹം അക്കുമുലേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ രീതിയിൽ ക്വാണ്ടിറ്റി എടുത്ത് വാങ്ങി സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് ഇപ്പോൾ വാങ്ങാൻ ഉള്ള സമയമാണോ എന്നാണ് ചോദിക്കുന്നത്. രണ്ട് സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ നല്ല. ഫിനോലെക്സ് നമ്മൾ അഡ്വൈസ് ചെയ്തതാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലെ ഒരു ഫെയർ വാല്യൂലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. കഴിഞ്ഞ എപ്പിസോഡിൽ 1500 ഒരു സപ്പോർട്ട് പറഞ്ഞിരുന്നു. അവിടെ നിന്നും നല്ല ഷാർപ്പായിട്ടുള്ള റിക്കവറി 1640 വരെ മൂവ് ചെയ്തു. അഗൈൻ 1555 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ കുറച്ച് വീക്ക്നെസ് നിലനിൽക്കുന്നു. ഷോർട്ട് ടൈം ചിലപ്പോൾ 2 ദിവസം മാർക്കറ്റ് ചെറിയൊരു അപ്പ് മൂവ് കൂടി പ്രതീക്ഷിക്കാം. 1700 വരെ ചിലപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവ് ചെയ്യാനുള്ള സാധ്യത. 1640 ബ്രേക്ക് ആണെങ്കിൽ 1700 വരെ പോകാം. അതല്ലാത്ത അതൊരു ചെറിയ അപ്പ് മൂവ്, ഒരു റിലീഫ് റാലി മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഫർദർ കറക്റ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1520 ഇമ്മീഡിയറ്റ് ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്ക് ആണെങ്കിൽ 1400. അപ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറി വീണ്ടും ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും പലപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് മോഹൻ്റെ സംശയം നോക്കാം. അദ്ദേഹത്തിന് കുറച്ച് സ്റ്റോക്ക് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. അവയ്ക്കെല്ലാം വലിയ നല്ല സ്റ്റോക്കുകളാണ്, പക്ഷേ അതെല്ലാം വലിയ ലോസിലാണ്. ഇത് ആവറേജ് ചെയ്യണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഹരികൾ: 1 സൗത്ത് ഇന്ത്യൻ ബാങ്ക്, 2 L&T, 3 ടാറ്റ സ്റ്റീൽ, 4 ഹിൻഡാൽകോ. സ്റ്റോക്ക് എല്ലാം ഫണ്ടമെന്റലി സൗണ്ട്. ഇപ്പോൾ മെറ്റൽ സെക്ടർ നമ്മൾക്കറിയാം, ചൈന, US, യൂറോപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ വരുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ മെറ്റൽ സെക്ടറിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ 190 നിന്നാണ് ഇപ്പോൾ 280 മൂവ് ചെയ്തിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു. 260 വന്നതിന് ശേഷം വീണ്ടും 240 കറക്റ്റ് ചെയ്തു. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു റാലിയാണ്. അതുപോലെ തന്നെ ഹിൻഡാൽകോ. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി സൗണ്ടാണ്. അപ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്കറിയാം 300 നിന്നാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ മെറ്റൽ സെക്ടറിൽ സംഭവിച്ചു 190 വന്നത്. അപ്പോൾ ഓരോ ലെവലും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്. ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി സൗണ്ടാണ്. ഹിൻഡാൽകോ, ആദിത്യ ബിർള ഗ്രൂപ്പാണ്. ഇതൊക്കെ ഫണ്ടമെന്റലി സൗണ്ടാണ്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് സ്ട്രാറ്റജി നല്ലത്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ആദ്യമായിട്ട് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ സെൽ ഓഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ബാങ്കിങ് സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അടുത്തൊരു മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 18 and 1640 ആണ്. 1640 വരാനുള്ള സാധ്യത കുറവാണ്. 18 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. 25 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ, നല്ല ഓർഡർ ബുക്ക്, ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽ, പക്ഷേ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു. 650 and 570 വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ലഭിച്ചു L&Tയിൽ, പക്ഷേ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും കറക്ഷനുള്ള സാധ്യത L&Tയിൽ കാണുന്നു. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കറണ്ട് വാല്യൂ പോലും അഡ്വൈസബിൾ ആണ്. പക്ഷേ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. 650 and 570 രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. 570 മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. 650 എന്ന് പറയുന്നത് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എൻട്രി ചെയ്യാവുന്ന ഒരു എൻട്രി പോയിന്റ് ആണ്. ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ഇൻവെസ്റ്റേഴ്സും L&T തീർച്ചയായിട്ടും അടുത്ത കറക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. അതല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ വളരെയധികം പേഷ്യൻസ് കാണിക്കേണ്ടതായിട്ട് വരും. കാരണം സ്റ്റോക്കിൽ ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എടുത്താലും സ്റ്റേറ്റ് ബാങ്ക് എടുത്താലും L&T എടുത്താലും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. അപ്പോൾ ഇനിയും അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സ്റ്റോക്ക് എല്ലാം തന്നെ ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 900 വരാൻ പോലും കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കേണ്ടതായിട്ട് വരും. ദെൻ അദ്ദേഹം ഹിൻഡാൽകോ ആണ്. ഹിൻഡാൽകോ വളരെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് ആ സ്റ്റോക്കിൽ ലഭിച്ചു. 92 and 84 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 114 ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഹിൻഡാൽകോ ഒന്നും ഈ ഒരു സെൽ ഓഫിൽ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ടാറ്റ സ്റ്റീലാണ്. അഗെയിൻ 220 and 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. പക്ഷേ ആ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യത വളരെയധികം കുറവാണ് ഇമ്മീഡിയറ്റ്. അപ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് 260 ആണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റിൽ സെൽ ഓഫ് വന്ന ആ ഒരു 260 ബ്രേക്ക് ചെയ്യാം. 240 ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ഒരു ടെക്നിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ 200, 220 ആണൊരു ലോങ് ടൈം ടാർഗറ്റായിട്ട് ഒരു സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഗ്ലോബൽ കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ. അതുകൊണ്ട് US-ൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റ വരുന്നത് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും
വളരെ പോസിറ്റീവ് തന്നെയാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി വരാനുള്ള ഒരു റീസൺ പോലും. 310 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ. ആ ഒരു പോയിന്റ് ഇൻവെസ്റ്റേഴ്സ് ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഒന്ന് ശ്രദ്ധിക്കുക, വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റില്ല. ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. ഈ കമ്പനിയിൽ ഒന്നും സംഭവിക്കാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇക്കണോമിക് ബാഡ് ന്യൂസുകൾ വരുമ്പോൾ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കും. ആ കറക്ഷൻ തീർച്ചയായിട്ടും സ്റ്റോക്ക് ആവറേജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് കാണേണ്ടത്. അടുത്തത് പ്രവീൺ വെളിയം, അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഗൃഹ് ഫിനാൻസ് ആണോ LIC ഹൗസിംഗ് ഫിനാൻസ് ആണോ താരതമ്യേന മെച്ചപ്പെട്ട ഓഹരി? അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ ഇന്ത്യൻ ബാങ്ക് ആണോ, ഈ രണ്ട് ബാങ്കുകൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് പൊതുമേഖലാ ബാങ്കുകളിൽ? എനിക്ക് തോന്നുന്നു ഗൃഹ് ഫിനാൻസ് അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത HDFCയുടെ തന്നെ ഒരു ആമാണത്. മഹാരാഷ്ട്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന മിഡിൽ ക്ലാസ് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് LIC ഹൗസിംഗ് ഫിനാൻസ് പക്ഷേ വളരെ ബൃഹത്തായ ഒരു കമ്പനിയാണ്. പക്ഷെ രണ്ടും ഗൃഹ് ഫിനാൻസ് എനിക്ക് തോന്നുന്നു ഒരു ആ സെഗ്മെന്റിൽ, ഒരു സ്പെഷ്യൽ സെഗ്മെന്റിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് തോന്നുന്നു. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വളരെ സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ രണ്ടും ഒരു കമ്പാരിസൺ എടുത്താൽ കുറച്ചും കൂടെ മാർക്കറ്റ് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് LIC ഹൗസിംഗ് ഫൈനാൻസ് ആയിരിക്കും. LIC ഹൗസിംഗ് ഫൈനാൻസ് ആയിരിക്കും. ഇത് വാല്യുവേഷനും വളരെ ഫെയറാണ്. 160 ലെവൽ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതുകൊണ്ട് LIC ഹൗസിംഗ് ഫൈനാൻസ് ആയിരിക്കും അതിലൊരു ബൈ റെക്കമെൻഡ് ചെയ്യാൻ അഡ്വൈസബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് തോന്നുന്നു. 164 ആൻഡ് 142 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ ഇന്ത്യൻ ബാങ്ക് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ രണ്ട് ബാങ്കും ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. കുറച്ചുകൂടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരിക്കാം കുറച്ചും കൂടെ മാർക്കറ്റിൽ റിക്കവറി വരുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് വരാനുള്ള സാധ്യത പഞ്ചാബ് നാഷണൽ ബാങ്കിലായിരിക്കാം. 450 ആൻഡ് 410 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. 580 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി സ്റ്റോക്കുകളൊക്കെ LIC ആണെങ്കിലും PNB ആണെങ്കിലും ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ബാഡ് ന്യൂസ് ആണ് ഈ ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് വരാൻ കാരണമായത്. അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ തീർച്ചയായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ തരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. തീർച്ചയായും ഇനിയും താഴേക്ക് പോകും എന്നുള്ള സൂചനയുള്ളതിനാൽ ഇപ്പോൾ വാങ്ങുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു ബോട്ടത്തിലും വാങ്ങാൻ കഴിയുകയുമില്ല, ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും കഴിയുകയില്ല. എങ്കിൽ പോലും അല്പം കൂടി താഴാനുള്ള സ്ഥിതിക്ക് ഏതെല്ലാം ഓഹരികൾ, പ്രത്യേകിച്ച് ഒരു 2 ഓഹരികൾ നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ അത്യാവശ്യം സേഫ്റ്റി കൂടെ, അങ്ങനെ ഒരു സ്റ്റോക്കില്ല, സേഫ്റ്റി ഉള്ള ഒരു സ്റ്റോക്കില്ല, പക്ഷേ സേഫ്റ്റി കുറച്ചെങ്കിലും ആരോപിക്കപ്പെടുന്ന 2 ഓഹരികൾ നിർദ്ദേശിക്കാനുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിൽ സേഫ്റ്റി എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. അതാണ് സേഫ്റ്റി. കാരണം മാർക്കറ്റിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന L&T ഫൈനാൻസ് തന്നെയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, വാല്യുവേഷൻ ഫെയർ ആണ്. അതുപോലെ തന്നെ എസ്കോർട്സ്. ഈ 2 സ്റ്റോക്കാണ് ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ബൈ ചെയ്യാൻ അഡ്വൈസബിൾ ആയിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റിൽ കുറച്ചുകൂടെ കറക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. കറക്ഷൻ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റോക്കിൽ, ഈ 2 സ്റ്റോക്കിലും എക്സ്പോഷർ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരാൾക്കും മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്, അതുപോലെ തന്നെ ബാലൻസ് ഫണ്ടിൻ്റെ 40% അങ്ങനെ ഒരു ക്രൈറ്റീരിയ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യമാണ്. ഇവിടെ പുതുതായി വരുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണ്. അതും വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള കമ്പനികളിൽ. അത് പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇനി വരാൻ ഇരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല കമ്പനികളുടെ പാർട്ടായി മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുകയാണ്. അത് മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യുക. കമ്പനികളുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക, പ്രൊമോട്ടേഴ്സ് സ്റ്റഡി ചെയ്യുക, വാല്യുവേഷൻ, ഇത്രയും കാര്യങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ രീതിയിൽ L&T ഫൈനാൻസും എസ്കോർട്സും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. എസ്കോർട്സിന് ഡൽഹിയിൽ വലിയ ഏക്കർ കണക്കിന് ലാൻഡ് ഉണ്ട്. അതൊന്നും അവർ കൺവേർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാം മൂല്യം കണക്കാക്കുമ്പോൾ ഇപ്പോഴത്തെ മൂല്യത്തെക്കാൾ വലിയ രീതിയിൽ ഉയർന്നു പോവേണ്ട ഒരു ഇൻഹറൻറ്റ് സ്ട്രെങ്ത് ഉള്ള ഒരു ഓഹരിയായിട്ടാണ് അതിനെ പരിഗണിക്കപ്പെടുന്നത്. മാത്രമല്ല നല്ല റിസൾട്ടുമാണ് കമ്പനിയുടെ ഇതുവരെ കാണിച്ചിരിക്കുന്നത്. L&T ഫിനാൻസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ സജ്ജമായിട്ടില്ല എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബാങ്കിങ് ലൈസൻസ് അതിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഓഹരിയും ഭാവിയിലേക്ക് നല്ലൊരു ഓഹരി ആവാനുള്ള സാധ്യത കൂടുതലാണ്.
ഭുവനേന്ദ്രൻ, അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേരളത്തിലുള്ളവരുടെ ഒരു ഡാർലിംഗ് സ്റ്റോക്ക് പണ്ട് മുതലേ ഒരു പൊതുമേഖലയിൽ അവരെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഓഹരിയാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് BHEL. ഇത് ഒരു ഘട്ടത്തിൽ 52 ആഴ്ചകളുടെ ഏറ്റവും വലിയ ഉയർന്ന നിലവാരം 272 രൂപയും ലോ ഏകദേശം 107 രൂപയുമാണ്. ഇപ്പോൾ ആ ലോയ്ക്ക് അടുത്താണ് വ്യാപാരം നടക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ഏകദേശം 9 രൂപയോളം ഉയർന്ന് 116 രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ധാരാളം പേർ സംശയം ചോദിക്കാറുമുണ്ട്, ഈ ഓഹരിയിൽ ഇപ്പോൾ പുതിയ വാങ്ങൽ നടത്തണോ അതോ ഇത് 100 രൂപയ്ക്കും താഴേക്ക് പോകുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിലോ 100 പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ വാല്യുവേഷൻ ഡിസ്കൗണ്ട് വാല്യൂവിൽ തന്നെയാണ് BHEL ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ബിലോ 100 പോകാനുള്ള സാധ്യത അത് 100% അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു വാല്യൂ ബൈയിങ് അഡ്വൈസബിൾ ആണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 100 ബിലോ പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഒരു 50-40% ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ അഡ്വൈസബിൾ ആണ് താനും. ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. അതുപോലെ വാല്യുവേഷൻ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു റിക്കവറി സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. നന്ദി ഭുവനേന്ദ്രൻ. അപ്പോൾ രൂപയുടെ തകർച്ചയാണ് ഓഹരി വിപണിയെ വലിയ രീതിയിൽ താഴേക്ക് നയിച്ചത്. ഓർക്കുക, ഡോളർ കരുത്താർജിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ സമ്പദ്ഘടന കരുത്താർജിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഡോളർ ശക്തമാവുകയും നിക്ഷേപങ്ങൾ അങ്ങോട്ട് തിരിയുകയും ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ റുപ്പിക്ക് മാത്രമുള്ള ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് പറയുക വയ്യ. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് അടക്കമുള്ള ചില കമ്പനികൾ ഇപ്പോൾ എമർജിംഗ് കൺട്രീസിലെ എമർജിംഗ് ഏഷ്യൻ കറൻസികൾ പലതും, പ്രത്യേകിച്ചും മലേഷ്യയുടെ റിഗ്നിറ്റ്, തായിയുടെ ബാറ്റ്, ഇന്തോനേഷ്യയുടെ റുപ്പി തുടങ്ങിയവയെല്ലാം വെള്ളിയാഴ്ച ഡൗൺഗ്രേഡ് ചെയ്യുകയുണ്ടായി. അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി ഡൗൺഗ്രേഡ് ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ധനമന്ത്രി ചിദംബരം പറയുന്നത് പോലെ കൂടുതൽ മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രൂപ വരുന്ന ആഴ്ചകൾക്ക് എല്ലാം ശേഷം ശക്തമായി തിരിച്ചു വരികയാണെങ്കിൽ, വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അല്പമെങ്കിലും മുന്നേറിയാൽ അത് ഓഹരി വിപണിയിൽ അനുകൂലമായി പ്രതിഫലിച്ചേക്കാം. എന്തുതന്നെയായാലും വിപണി ഇപ്പോൾ നിലവിൽ മുന്നോട്ട് നോക്കുമ്പോൾ അടുത്ത ആഴ്ചയും 2-3 ദിവസം മുന്നേറിയാൽ പോലും വീണ്ടും താഴേക്ക് വരുമെന്നുള്ള സൂചനകളാണ് ഭുവനേന്ദ്രൻ നൽകുന്നത്. ആ സാഹചര്യത്തിൽ ആ താഴേക്കുള്ള വരവിൽ വേണം ഇനി പുതിയ നിക്ഷേപം നടത്താൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ L&T ഫിനാൻസ്, എസ്കോർട്സ് തുടങ്ങിയ ഓഹരികൾ ആ സമയത്ത് പരിഗണിക്കാവുന്നതാണ്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.